ഇതിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു സബർബൻ ട്രെയിൻ പിടിച്ചിട്ട് നേരെ ചെന്നൈ ബീച്ച് ഭാഗത്തേക്കൊന്ന് പോവുക. അവിടെ പോയിട്ട് നമ്മുടെ AC ലോക്കലുണ്ടല്ലോ, ആ AC ലോക്കലിൽ കയറിയിട്ട് തിരിച്ച് താമ്പരത്തേക്ക് പോകാനാണ് പ്ലാൻ. ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ AC ലോക്കൽ കിട്ടും, പക്ഷെ നമ്മൾ ടൈം വെറുതെ ഉണ്ടല്ലോ, ഇത് ഭ്രാന്ത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് പോയിട്ട്, ഇവിടെ കുറച്ച് ദൂരമുള്ളൂ ബീച്ചിലേക്ക്, ചെന്നൈ ബീച്ചിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ AC ലോക്കലിൽ കയറിയിട്ട് താമ്പരത്തേക്ക് പോകുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചെന്നൈ സെൻട്രലിൻ്റെ പുറത്താണുള്ളത്. കാണുന്നതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറമ്പാകട്ടോ. നല്ല ട്രാഫിക്കും കാര്യമൊക്കെ ആയിട്ട് ഉച്ച സമയമാണ്, പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നല്ല തിരക്കാണല്ലേ. സബർബൻ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ചെന്നൈ ബീച്ച് ഭാഗത്തേക്കുള്ള ലോക്കൽ ട്രെയിനൊക്കെ കിട്ടുക. പോയി ഞാൻ ടിക്കറ്റ് എടുക്കണം, പോയിട്ട് 5 രൂപ കേട്ടോ നമുക്ക് ആ ഒരു ഇവിടെ നിന്ന് ബീച്ച് വരെ പോകാനായിട്ട്. ആകെ 2 സ്റ്റേഷനേ ഉള്ളൂ, അത് വേറെ കാര്യം. എന്നാലും 5 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. ഞാനിപ്പോൾ 1A നിൽക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് 1ൽ വരുന്ന പറഞ്ഞത് നമുക്ക് പോകാനുള്ള ലോക്കൽ ട്രെയിൻ വന്നിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ. ഇതിനകത്ത് വന്ന ആൾക്കാരെ മൊത്തം ഇവിടെ ഇറങ്ങിപ്പോയി കേട്ടോ. അത് തിരക്കില്ല, അകത്തൊന്നുമല്ലേ. ഇപ്പം ചെന്നൈ ഫോർട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്നിരിക്കട്ടോ, ചെന്നൈ ഫോർട്ട്. അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള ചെന്നൈ ബീച്ച്. ഇതാണ് നമ്മുടെ മെമുവിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. നോൺ AC മെമു ആണിത്. അത് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് നേരം പിടിച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നൈ ബീച്ച് സ്റ്റേഷനിലേക്ക് എത്തി. ആ കിടക്കുന്ന ഫ്രണ്ടിൽ കിടക്കുന്ന നമുക്ക് പോകാനുള്ള AC ലോക്കൽ. അപ്പോൾ ഇതാണ് നമ്മുടെ AC ലോക്കൽ ട്രെയിൻ. ഞാനധികം വന്ന് ഇറങ്ങി ഇപ്പുറത്ത് വന്ന് ഇറങ്ങിയതേ കുഴങ്ങി പോയിട്ടോ, കിട്ടുന്ന വിചാരിച്ചല്ല. ആകെ 3 മിനിറ്റ് ഇപ്പോൾ എടുക്കും വണ്ടി. നമുക്കിവിടെ എവിടെയെങ്കിലും കയറാം. അതാകെ ചളി പിടിച്ചൊരു വൃത്തിയില്ലല്ലേ. നോക്കി പായലൊക്കെ പിടിച്ചിറങ്ങി വന്നത്. മറ്റേലെ പോലെ ഒട്ടും ആളില്ല കേട്ടോ. ഇവിടുന്ന് ഫുൾ കാലിയായിട്ടാണ് പോകുന്നത്. നമുക്ക് ഈ കോച്ചിൽ കയറാം. ആകെ ഒരാളേ ഉള്ളൂ, വേറെ ആരുമില്ല ഇതിനകത്ത്. ഇതിനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് നമുക്ക് നടന്നു പോവാം കേട്ടോ, അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ. കാര്യം ആരും ഇല്ല ഇതിനകത്ത്. ആകെ
അതിന് അങ്ങോട്ട് കണ്ടോന്ന് അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കണ്ടില്ലേ? ഞാൻ കൺമുന്നിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാട്ടോ. കാര്യം ഈ വണ്ടി ഞാൻ ഇവിടുന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. ഇവിടെ ചെറിയ സെൻട്രലിൽ കയറാനായിട്ട് ഡോറാണില്ലേ, കാണിച്ചു തരാം. ഡോറടഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ലോക്കലിൽ കയറി വന്നപ്പോൾ കുറച്ച് നേരം വൈകി. ഇത് 2:04 ഇത് 2:30 ഇവിടെ എടുക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചില്ല ഇത് കിട്ടുമെന്നുള്ളത്. മുന്നിൽ വന്നപ്പോൾ ഇതിൻ്റെ ലോക്കോ പൈലറ്റൊക്കെ കയറി സെറ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങി ഓടി FOB കയറി താഴെ ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭാഗത്തിന് കിട്ടി. അയ്യോ കിടക്കും പറഞ്ഞിട്ട് ഇത് നമ്മൾ ചെന്നൈ ബീച്ചിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേഷൻ വരെ നമ്മൾ നേരത്തെ കണ്ട ചെന്നൈ ഫോർട്ട് ആണ്. ഇത് സ്പീഡ് ലോക്കലാണോ അതോ സാധാ ലോക്കലാണോ എന്ന് എനിക്കറിയില്ല. ഇനി സർവീസിൽ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ചെന്നൈ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇനി ആൾ കയറുമോ നോക്കാം നമുക്ക്. വളരെ കുറച്ച് ആൾക്കാരെ കയറുള്ളൂ കേട്ടോ. വേറെ ആരും കയറിയില്ല. ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് ഇവിടുന്ന് കയറിയുള്ളൂ. ചെന്നൈ പാർക്കിലെത്തി. അവിടെ ഒരു പഴയ ലോക്കൽ വരുന്നുണ്ടോ? അതിലാ തിരക്ക് നോക്കി നിങ്ങൾ. ഈ സീറ്റിങ് ഭയങ്കര മോശമായിപ്പോട്ടോ. കാരണം ഇത് ആ സ്കീലിൻ്റെ അതേപോലത്തെ സീറ്റാണല്ലേ, ഹാർഡായിട്ടുള്ള ഒരു കുഷൻ കൊടുക്കായിരുന്നു. കാരണം ഇത്രയും പൈസയൊക്കെ വാങ്ങുന്നതല്ലേ ആൾക്കാരെന്ന്. സാധാരണ ലോക്കലിനെ പോലെ തന്നെയുള്ള സെയിം സീറ്റിംഗ് ആണ് ഇന്ന് വരുന്നത്. വലിയ തിരക്കൊന്നുമില്ല. ആകെ 2-3 പേരൊക്കെ ചെന്നൈ പാർക്കിന് കയറിയിട്ടുള്ളൂ. നമ്മളത് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിലേക്ക് കയറി. എൻ്റെ വിൻഡ് ഒട്ടും ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഫുൾ ചളി പിടിച്ചാകെ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചതല്ലേ, ഒരു ഒട്ടും പുറമെ ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ചെന്നൈ എഗ്മോറിനും അങ്ങനെ ആരും കയറാനൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടിലെ കുറച്ച് പേര് കയറുന്നുണ്ട്. ആകെ 29 കിലോമീറ്റർ ആട്ടോ ഉണ്ടായി. 29 കിലോമീറ്റർ പോകാനായിട്ട് എനിക്ക് അത് 85 രൂപയാണ്. പിന്നെ സാധാ ലോക്കലിനാണെങ്കിൽ ഇതൊന്നും മിക്കവാറും 5 അല്ലെങ്കിൽ 10 അത്രേ ഉണ്ടാവുള്ളൂ. ആ സ്ഥാനത്താണെങ്കിൽ 85 രൂപയാണ്. അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇതിന് ആൾക്കാർ നല്ല കുറവുള്ളൂ. കാരണം നല്ല പൈസയാണ് ഇതിന്. ഞാൻ ബാക്കി കേട്ട അറിഞ്ഞാൽ വെച്ച് നോക്കുമ്പോൾ നല്ല പൈസ ഉണ്ട്. ഈ ലോക്കലിപ്പോൾ പോകുന്നത് ചെന്നൈ ബീച്ച് തൊട്ട് ചെങ്കൽപ്പെട്ട് വരെയാണ്. ഇതൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മാമ്പളം സ്റ്റേഷനിലെത്തി. ഇത് സ്പീഡ് ലോക്കലാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ചുള്ള കുറേ സ്റ്റേഷൻസൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പുറകീന്ന് ഹോൺ അടിച്ചു. ഇപ്പോൾ എടുക്കും. ഗില്ലി റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഗില്ലി വന്ദേഭാരതിലുള്ള പോലെ തന്നെ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് കാണാൻ സാധിക്കും കേട്ടോ. ഇതുവഴി നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് ലോക്കോ പൈലറ്റുമായിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ മാനേജർ ഗാർഡുമായിട്ടോ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇതാണ് എൻ്റെ അവർ പറഞ്ഞ് കേൾക്കാനുള്ള
സ്പീക്കർ. പിന്നെ ഇവിടെ മേലെ നമുക്ക് ലഗേജ് വെക്കാനായിട്ട് ഒരു ലഗേജ് റാക്ക് ഉണ്ട്. ഇതൊക്കെ ഗ്ലാസിൻ്റെ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്, വന്ദേ ഭാരതിലുള്ള പോലെ. പിന്നെ ഇവിടെ നമുക്ക് 2 സ്വിച്ച് കാണാൻ പറ്റും. ഫാനിൻ്റെ സ്വിച്ചാണിത്. മുകളിൽ ഫാനുണ്ട്. പിന്നെ അവിടെ ഒരു LED ഡിസ്പ്ലേ ആണ്, പക്ഷെ അതിൽ ഒന്നും വരുന്നില്ല. യാതൊരു അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ്, അതായത് താമ്പരം എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റോപ്പ് ആയിട്ടുള്ള സെൻറ്റ് തോമസ് മൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് നമ്മൾ താമ്പരം എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കണേ. ക്രോംപേട്ട് മകന്ത സ്റ്റേഷൻ്റെ പേര്. ചെന്നൈ ബീച്ചിൽ നിന്ന് താമ്പരം വരെ ഞാനിതിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ താമ്പരം വരെ ചെക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ. താമ്പരത്തു നിന്നാണ് TT കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും പറഞ്ഞ് താമ്പരം വരെ ടിക്കറ്റ് എടുക്കാമെന്ന് വരെയൊന്നും വേണ്ട. ഇന്നെന്തോ മിക്കവാറും TT നടന്ന് കയറാഞ്ഞിട്ടായിരിക്കാം. എന്നാലും താമ്പരത്തു നിന്നാണ് ഒരു TT ഞാൻ കയറുന്നത് കണ്ടിട്ടുള്ളത്. സാധാരണ വേണ്ടി നല്ല ചെക്കിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോക്കൽ ട്രെയിനിൻ്റെ non-AC ലോക്കലിൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതിൽ കയറാൻ നിൽക്കുന്നത് മനസ്സിലായി. ഇതിനകത്ത് സെപ്പറേറ്റ് AC ലോക്കലിൻ്റെ ടിക്കറ്റ് ഉണ്ട്, അതെടുത്തിട്ട് വേണം കയറാനായിട്ട്. UTSലും ഉണ്ട്, അതെല്ലാം നമുക്ക് കൗണ്ടറിൽ പോലും കിട്ടും. അത് നമ്മുടെ ചെന്നൈയിലെ AC ലോക്കലിൻ്റെ യാത്ര നമ്മുടെ താമ്പരത്തൊന്ന് അവസാനിച്ചിരിക്കുകയാണ്. താമ്പരത്തിൽ നിന്ന് തിരിച്ച് ഞാൻ നമ്മുടെ എന്താ പറയുക ചെന്നൈ എക്സ്പ്ലോർ കൊല്ലം മെയിലുണ്ടല്ലോ, അതിന് പോവുകയാണ്. അതിപ്പോൾ താമ്പരത്ത് ടെർമിനേറ്റഡാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. അപ്പോൾ ഇനിയും സമയമുണ്ട് നമുക്ക് ട്രെയിൻ പുറപ്പെടാനായിട്ട്. ഇനി ഏതാണ്ട് ഒരു 2 മണിക്കൂറിനടുത്ത് ഇനിയും സമയമുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇനിയും ഇവിടെ സമയം പോകണം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാം കഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.